ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല കിഡിലുള്ള റെസിപ്പി ആട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ ചക്കക്കാലം ആയതുകൊണ്ട് തന്നെ ചക്കപ്പഴം വെച്ചുകൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല കിഡിലുള്ള റെസിപ്പിയാണ്. നമ്മളെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ചേരുവ മാത്രം വെച്ചുകൊണ്ട് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് വീഡിയോ ഫുള്ളായിട്ട് കാണാം. അതിൻ്റെ മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ റെസിപ്പികൾക്കായി പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത് മധുരമുള്ള കുഴച്ചക്കയാണ് കേട്ടോ. ഇതിൻ്റെ കുരൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. നിങ്ങളുടെ കയ്യിൽ വരിക്കച്ചക്ക ആണെങ്കിൽ അതായിരിക്കും കേട്ടോ ഏറ്റവും ബെസ്റ്റ്. അപ്പം ഇത് നല്ലപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. ഇതിനേക്ക് വേണ്ടിയിട്ട് നമുക്കൊരു 5 ആണി ശർക്കര ഒന്ന് പാനിയാക്കിയെടുക്കണം. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് പാനിയാക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കാം. അത് നമ്മൾ ഈ ചക്കൻ്റെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുക്കണം. ആ കറക്കിയെടുത്തിട്ടുള്ള മിക്സ് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് ഓയിലും കൂടി ചേർത്തിട്ട് രണ്ടും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കണം. നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് അളവിൽ റവയാണ്. വറുത്ത റവയാണെങ്കിലും വറുക്കാത്ത റവയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതിലേക്ക് ഞാനൊരു 1/2 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 കപ്പ് വരെ തേങ്ങ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇളക്കാനുള്ള ചെറിയ ബുദ്ധിമുട്ട് കാരണം ഞാൻ ബൗളൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോഴാണല്ലോ നമ്മൾ മധുരമൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ആണെങ്കിൽ ഒരു നുള്ള് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വാനില എസൻസും ചക്കൻ്റെ ഫ്ലേവറും കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ടേസ്റ്റാണ്. വാനില എസൻസ് ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, അത് സ്കിപ്പ് ചെയ്യാം. നമ്മൾ മിക്സ് ഇതാ ഇവിടെ കറക്റ്റ് കൺസിസ്റ്റൻസി ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് വെക്കുകയാണെങ്കിൽ നല്ല റവക്കൊന്നും കൂടി ഒന്ന് കുതിർന്നിട്ട് നല്ല കറക്റ്റ് പരുവായിട്ട് കിട്ടും. ഇനി നമുക്കിതൊരു പാന് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തട്ടി കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. അടി പെട്ടെന്ന് കരിഞ്ഞൊന്നും പോവാതിരിക്കാൻ വേണ്ടി ഒരു ദോശ തവയും കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 മണിക്കൂർ കുക്ക് ചെയ്തെടുക്കുക. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് തിരിച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റ് മാത്രം ഒരു പാനിൽ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. മുകൾ വശവും കൂടി 1-2 വീഡിയോസിൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കാം. വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ എപ്പോഴും ഉള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.